ലക്ഷദ്വീപിലേക്ക് നമുക്ക് ഏതൊക്കെ മാർഗത്തിലൂടെ വരാൻ കഴിയും? ഇപ്പോൾ നിലവിലുള്ളത് ഫ്ലൈറ്റും ഷിപ്പും മാത്രമാണ്. സീ പ്ലെയിൻ കൂടി വരാൻ പോകുന്നു എന്ന് പറയുന്നു, വന്നിട്ടില്ല ഇതുവരെ. അത് ഇൻ ഫ്യൂച്ചർ അതൊക്കെ ഫ്ലീറ്റിൻ്റെ അളവ് ഒരുപാട് കൂടി വരേണ്ടതാണ്. ടൂറിസത്തിലേക്ക് വേണ്ടി പുതിയ പദ്ധതികളും അമ്യൂണിറ്റീസ് വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബഡ്ജറ്റൊക്കെ നമ്മൾ കേന്ദ്ര ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. അതേതായാലും വരേണ്ടതാണ്. പക്ഷേ ആസ് ഓഫ് നൗ ഈ എയർ സ്ട്രിപ്പും നീളം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരിറ്റീവ്ലി കുറച്ചാളുകൾ കയറുന്ന ഫ്ലൈറ്റിനെ അവിടെ ലാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് അകത്തിലാണെന്നുണ്ട്. അകത്തിയിൽ മാത്രം ഒരൊറ്റ എയർപോർട്ടേ ഉള്ളൂ. മിനിക്കോയിലും വരാൻ പോകുന്നു. പിന്നെ അവിടെ നമ്മൾ വെസൽസിന് അടുത്ത ദ്വീപിലേക്ക് പോണത്. അടുത്ത ദ്വീപിലേക്കൊക്കെ ഇന്റർ ഐലൻഡ് ഫെറി വെസൽസ് 150 പാസഞ്ചർ കപ്പാസിറ്റി, പിന്നെ 50 പാസഞ്ചർ കപ്പാസിറ്റി, 15 പാസഞ്ചർ കപ്പാസിറ്റി, അങ്ങനെയൊക്കെയുള്ള വെസൽസ്. പിന്നെ ഈ ഫെയർ സീസണിലാണെങ്കിൽ പ്രൈവറ്റ് ബോട്ടിലൊക്കെ ഇന്റർ ഐലൻഡ് യാത്രകളും നടത്തുന്നുണ്ട്. മെയിനായിട്ട് ഷിപ്പും ഫ്ലൈറ്റുമാണ്. പക്ഷെ ഷിപ്പ് ചില നേരം ഇപ്പോൾ പിന്നെയും കുറച്ച് താരതമ്യേന ഒരു 2-3 കപ്പലൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് നേരത്തെ ഒരു കപ്പൽ മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് പിന്നെ പെർമിറ്റിലുള്ള ആളുകൾക്ക് കിട്ടുകയില്ല. ഇപ്പൊ തന്നെ ടൈറ്റ് ഉണ്ട്. പല പ്രാവശ്യവും കപ്പലിന്റെ ടിക്കറ്റ് ടൈറ്റാണ്. ഫ്ലൈറ്റ് ഡെയിലി ഉണ്ടല്ലേ? ഫ്ലൈറ്റ് ഡെയിലി ഉണ്ട്. അതും ടിക്കറ്റ് ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളായിരുന്നു. ഇപ്പോൾ ഫ്ലൈ 90 ആണ് കൊച്ചിയിൽ നിന്ന് ഈ മാസം 3-ാം തീയതി തൊട്ട്, ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് വരുന്നത് ഇപ്പോൾ കുറച്ച് ലാഭകരമായിട്ട് കിട്ടുന്നുണ്ട്. വേറെ എവിടെ നിന്നൊക്കെയാണ് കൊച്ചി ഫ്ലൈറ്റ് ഉള്ളത് ലക്ഷദ്വീപിലേക്ക്? ബാംഗ്ലൂരിൽ നിന്നുണ്ട് കണക്ഷൻ, പിന്നെ കൊച്ചിയിൽ നിന്ന് തന്നെ ഉണ്ട്, ഗോവയിൽ നിന്ന് സ്ഥിരമുണ്ട്. പിന്നെ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്നും, മുംബൈയിൽ നിന്ന് വരുന്ന ഒരു ഗസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞത് അവർ അവിടെ നിന്ന് വരുന്നു എന്നാണ്. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ അവിടെ നിന്നൊരു ഫ്ലൈറ്റ് ചിലപ്പോൾ സ്പെഷ്യൽ വരുന്നുണ്ടാവും. ഇനി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഫ്ലൈറ്റ് ഡയറക്റ്റ് വരും. ഈ എയർ സ്ട്രിപ്പിന്റെ നീളം കൂടി കഴിയുമ്പോൾ കാർഗോ എയർലിഫ്റ്റിംഗ് വരും. അതിൽ പുറമെ പാസഞ്ചർ കൂടി വരും. ഇപ്പോൾ അതുകൂടി വരാൻ പോകും. വന്നിട്ടില്ല, ആസ് ഓഫ് നൗ ഇല്ല. ഓക്കെ, താങ്ക് യു.